നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിവെച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സന്തോഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഫേസ്ബുക്കിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തതിനു ശേഷമായിരുന്നു കൊലപാതകം. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന സൂചനയാണ് നിലവിൽ പുറത്തുവരുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6:30യോടെയാണ് കൊലപാതകം നടന്നത്. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. പെരുമ്പടം സ്വദേശിയാണ് പ്രതി സന്തോഷ്. കൊലപ്പെടുത്തുന്നതിന് മുമ്പും ശേഷവും ഇയാൾ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തിരുന്നു. രാധാകൃഷ്ണന്റെ നെഞ്ചിലായിരുന്നു വെടിയേറ്റത്. നാടൻ തോക്കായിരുന്നു കൊലപാതകത്തിനായി ഇയാൾ ഉപയോഗിച്ചിരുന്നത്. ഇതിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. തോക്ക് വിശദമായി പരിശോധിക്കും. വെടിയൊച്ച കേട്ട് പ്രദേശവാസികൾ വീടിനടുത്തേക്ക് പോയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാധാകൃഷ്ണനെ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. രാധാകൃഷ്ണന്റെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്തിയത് സന്തോഷാണെന്നാണ് ലഭിക്കുന്ന വിവരം. മദ്യലഹരിയിലായിരുന്നു കൊലപാതകം. പ്രദേശത്ത് കർഷക രക്ഷാസേന എന്ന സേന രൂപീകരിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് തോക്കിന് ലൈസൻസ് ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട്. സന്തോഷിന് തോക്ക് ലൈസൻസ് ഇല്ല എന്നാണ് സൂചന. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. നിലവിൽ പ്രതി പരിയാരം പോലീസ് സ്റ്റേഷനിലാണ്. തോക്കിന്റെ ചില ഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാളെ പിടികൂടിയതിനു ശേഷം എല്ലാം പറയാമെന്ന് പറഞ്ഞിരുന്നതായി പ്രദേശവാസികൾ വിശദീകരിച്ചു. വൈകിട്ട് 4:23 സന്തോഷ് തോക്കേന്തി നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കൊള്ളിക്കുക എന്നാണ് ആ ടാസ്ക്. കൊള്ളിക്കുമെന്നത് ഉറപ്പ് എന്ന അടിക്കുറിപ്പോടെ തോക്കേന്തി നിൽക്കുന്ന ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തു. ഇതിനുശേഷമാണ് ഇയാൾ കൊല നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. വൈകിട്ട് 7:27 മറ്റൊരു പോസ്റ്റും കൂടി ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്. എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല എന്നായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ്. രാവിലെ 9:52 മറ്റൊരു പോസ്റ്റും ഇട്ടു. ചില തീരുമാനം ചിലപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും. നമ്മളത് മനസ്സിലാക്കാൻ വൈകിപ്പോകും. അവസാന ഘട്ടത്തിൽ പോലും മനസ്സിലാകാതെ വന്നാൽ കൈവിട്ടു പോകും. നമ്മുടെ നില നമ്മൾ തന്നെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വന്നാൽ ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നഷ്ടമാകും. ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക, കൂടെ നിർത്തുക പറ്റുന്നിടത്തോളം. ചുരുങ്ങിയ ജീവിതത്തിൽ ആർക്കും ശല്യമാകാതെ ഇരിക്കുക. നമ്മുടെ സാന്നിധ്യം ശല്യമാകുന്നവർക്ക് മുന്നിൽ പോകരുത്. അവർ നമ്മളെ ഒരിക്കലും കാണരുത് എന്നായിരുന്നു അത്. കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ഗുഡ്സ് ഡ്രൈവറാണ്. വർഷങ്ങളായി കൈതപ്രത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. രാധാകൃഷ്ണന്റെ കുടുംബവും സന്തോഷിന്റെ കുടുംബവും പരിചയക്കാരാണ്. ഇതിനു പുറമെ രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും ക്ലാസ്മേറ്റ്സ് ആണ്. നേരത്തെ ഭാര്യയും സന്തോഷുമായുള്ള പരിചയത്തെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തിരുന്നതായി വിവരം പുറത്തുവരുന്നുണ്ട്. കൊലയാളിയായ സന്തോഷും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ മൂലം രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും തമ്മിലെ സൗഹൃദം മുറിഞ്ഞത് കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മരിച്ച രാധാകൃഷ്ണൻ BJPയുടെ സജീവ പ്രവർത്തകനാണ്. ഇയാളുടെ ഭാര്യ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ്. രാധാകൃഷ്ണനും ഭാര്യയ്ക്കും 2 മക്കളാണുള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടെയാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത്. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ പതിവായി എത്തുന്ന നേരം നോക്കി സന്തോഷ് അങ്ങോട്ടേക്ക് തോക്കുമായി എത്തിയതെന്നാണ് നിഗമനം. തോക്ക് സമീപത്തെ കിണറ്റിൽ ഉപേക്ഷിച്ചതാവാൻ സാധ്യതയുള്ളതിനാൽ അവിടെ ഇന്ന് തിരച്ചിൽ നടത്തും. രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് രാധാകൃഷ്ണന് നേരെ പ്രതി സന്തോഷ് വെടിയുതിർത്തത്. നെഞ്ചിലേറ്റ ഒരൊറ്റ വെടിയാണ് രാധാകൃഷ്ണന്റെ മരണകാരണം. മുഖാമുഖം നിന്ന് വെടിയുതിർക്കുകയായിരുന്നു. രാധാകൃഷ്ണന്റെ ഭാര്യ മാധവനെ നിർമ്മിക്കുന്ന വീട്ടിലാണ് കൊലപാതകം നടന്നത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തർക്കമുണ്ടായിരുന്നു. കൂടാതെ ഫോണിൽ ഭീഷണി മുഴക്കുന്നത് പതിവായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിക്ക് ശേഷം ഇരുവരും നിർമ്മാണത്തിൽ നിന്ന് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ വെച്ച് നടന്ന തർക്കത്തിനൊടുവിലാണ് രാധാകൃഷ്ണന്റെ നേർക്ക് സന്തോഷ് നിറയൊഴിച്ചത്. കൊലപാതക സമയം പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഇയാൾ നേരത്തെ നാടൻ തോക്ക് ഉപയോഗിക്കുമായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൊലപാതക കാരണം അറിയാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പ്രതി സന്തോഷിനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നു. കൊലപാതകത്തിന്റെ കാരണം വ്യക്തിവൈരാഗ്യമെന്നാണ് സൂചന. കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനും ശ്രമം നടക്കും. വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സന്തോഷിന്റെ മൊഴി. ആക്രമിക്കണമെന്ന് ഉറപ്പിച്ചാണ് തോക്ക് കയ്യിൽ കരുതിയതെന്നും സന്തോഷ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് രാധാകൃഷ്ണന് നേരെ പ്രതി സന്തോഷ് വെടിയുതിർത്തത്. നെഞ്ചിലേറ്റ ഒരൊറ്റ വെടിയാണ് ഈ രാധാകൃഷ്ണന്റെ മരണകാരണമായി മാറിയത്. രാധാകൃഷ്ണന്റെ ഭാര്യാമാതാവിനെ നിർമ്മിക്കുന്ന വീട്ടിലായിരുന്നു കൃത്യം നടന്നത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തർക്കമുണ്ടായിരുന്നു. കൂടാതെ ഫോണിൽ ഭീഷണി മുഴക്കുന്നത് പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു.
വെടിയൊച്ച കേട്ട് പ്രദേശവാസികൾ വീടിനടുത്തേക്ക് പോയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാധാകൃഷ്ണനെ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയപ്പോഴായിരുന്നു പ്രദേശത്തു നിന്ന് സന്തോഷിനെ കണ്ടെത്തിയത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു ആ സമയമെന്നാണ് വിവരം. രാധാകൃഷ്ണന്റെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്തിയത് സന്തോഷാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ. രാധാകൃഷ്ണന്റെ നെഞ്ചിലായിരുന്നു വെടിയേറ്റത്. നാടൻ തോക്കാണ് കൊലപാതകത്തിനായി പ്രതി ഉപയോഗിച്ചിരുന്നത്. ഇതിന് ലൈസൻസ് ഉണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രദേശത്ത് കർഷക രക്ഷാസേന എന്ന സേനയാണ് രൂപീകരിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപൂതികളെ വെടിവെച്ചു കൊല്ലുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. ഇതിൽ തോക്കിന് ലൈസൻസ് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട് എന്നാണ് സൂചന. സന്തോഷിന്റെ തോക്ക് ലൈസൻസ് ഇല്ലെന്ന് തന്നെയാണ് കൂടെ ഉള്ളവരിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. വൈകിട്ട് 4:23 സന്തോഷ് തോക്കേന്തി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. കൊള്ളിക്കുക എന്നത് ടാസ്ക്, കൊള്ളിക്കുമെന്നത് ഉറപ്പ് എന്ന അടിക്കുറിപ്പോടെ തോക്കേന്തി നിൽക്കുന്ന ചിത്രമാണ് ഇദ്ദേഹം പോസ്റ്റ് ചെയ്തത്. ഇതിനുശേഷമായിരുന്നു ഇയാൾ കൊലപാതകം നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. വൈകിട്ട് 7:27 മറ്റൊരു പോസ്റ്റും കൂടി ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്. എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ പെണ്ണ്, നിനക്ക് മാപ്പില്ല എന്നായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ്. രാവിലെ 9:52 മറ്റൊരു പോസ്റ്റും ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചു. ചില തീരുമാനം ചിലപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും. നമ്മളിത് മനസ്സിലാക്കാൻ വൈകിപ്പോകും. അവസാന ഘട്ടത്തിൽ പോലും മനസ്സിലാകാതെ വന്നാൽ കൈവിട്ടുപോകും. നമ്മുടെ നില നമ്മൾ തന്നെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാകും. ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക, കൂടെ നിർത്തുക, പറ്റുന്നിടത്തോളം. ചുരുങ്ങിയ ജീവിതത്തിൽ ആർക്കും ശല്യമാകാതെ ഇരിക്കുക. നമ്മുടെ സാന്നിധ്യം ശല്യമാകുന്നവർക്ക് മുന്നിൽ പോകരുത്. അവർ നമ്മളെ ഒരിക്കലും കാണരുത് എന്നൊക്കെയാണ് ഈ പോസ്റ്റ്. മദ്യലഹരിയിലാർന്ന സന്തോഷിനെ വീടിനുള്ളിൽ നിന്നാണ് പരിയാരം പോലീസ് പിടികൂടിയത്. തന്റെ ഭാര്യയെ സന്തോഷ് ശല്യം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് രാധാകൃഷ്ണൻ മാസങ്ങൾക്ക് മുമ്പാണ് പോലീസിൽ പരാതി നൽകിയത്. സന്തോഷ് മുമ്പ് ബസ് ക്ലീനർ ആയിരുന്നു. BJP പ്രവർത്തകനാണ് രാധാകൃഷ്ണൻ. കൊലപാതകത്തിന് മുൻപും ശേഷവും ഇയാൾ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:23 തോക്കേന്തി നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തത്. കൊള്ളിക്കുക എന്നത് ആണ് ടാസ്ക്, കൊള്ളിക്കും എന്നത് ഉറപ്പ് എന്നൊക്കെയാണ് അടിക്കുറിപ്പായി നൽകിയിരുന്നത്. പിന്നീട് 7:27 നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടാ എന്റെ പെണ്ണിന് ഒന്നും ചെയ്യരുതെന്ന്. എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ പെണ്ണ്, നിനക്ക് മാപ്പില്ലെന്നായിരുന്നു ആ രണ്ടാമത്തെ പോസ്റ്റ്. വായനശാല ഗ്രൗണ്ടിന് സമീപത്തെ പുതുതായി നിർമ്മിക്കുന്ന വീടിന് സമീപത്തു നിന്നാണ് ആ ശബ്ദം കേട്ടത്. പടക്കം പൊട്ടിയ ശബ്ദം എന്നൊക്കെയായിരുന്നു ആദ്യം പരിസരവാസികൾ കരുതിയത്. പക്ഷേ വെടിയേറ്റ് മരിച്ച രാധാകൃഷ്ണന്റെ മകനാണ് കരഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് വന്ന സംഭവം പരിസരത്തിലുള്ളവരെ അറിയിച്ചത്. ഇവർ തമ്മിൽ നേരത്തെയുള്ള പ്രശ്നങ്ങളാണ് കൊലപാതക കാരണമെന്നാണ് പറയുന്നത്. മുൻപ് രാധാകൃഷ്ണൻ സന്തോഷിനെതിരെ പരിയാരം പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. നാട്ടുകാർ ഓടിയെത്തുമ്പോൾ വരാന്തയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു രാധാകൃഷ്ണൻ. ഉടൻ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. വിവരമറിഞ്ഞ പരിയാരം പോലീസ് എത്തി വീടും പരിസരവും പരിശോധിക്കുന്നതിനിടെയാണ് വീടിനുള്ളിൽ ഒളിച്ചു നിന്ന സന്തോഷിനെ പിടികൂടിയത്. ആ സമയം ഇയാൾ മദ്യലഹരിയിലായിരുന്നു. പിടികൂടുമ്പോൾ ഞാൻ എല്ലാം പറയാമെന്ന് പോലീസിനോട് ഇയാൾ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.